കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടി വരുന്നായിരുന്നു. അതിനു മുമ്പ് സ്നാപകയോഹന്നാൻ കർത്താവിൻ്റെ ശുശ്രൂഷ വഴിയൊരുക്കുവാൻ വേണ്ടിയുള്ള സ്നാപകയോഹന്നാൻ്റെ പ്രസംഗത്തിലും സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്നായിരുന്നു. കർത്താവ് ശിഷ്യന്മാരോട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നത്രേ കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് 3-ാം വാക്യത്തിൽ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർ. അപ്പൊ കർത്താവിന് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ലക്ഷ്യം നമ്മെ സ്വർഗരാജ്യത്തിലാക്കുക എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും പരിപാടികളുമായിരുന്നു ഈ ഭൂമിയിൽ വെച്ച് കർത്താവിൻ്റേത്. കർത്താവ് തന്നെ പറഞ്ഞു, പിതാവിൻ്റെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ ആരാ? പിതാവായ ദൈവം. പിതാവിൻ്റെ ഇഷ്ടം എന്തുവാ? ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇന്ന് അനേകരുടേതായ ലക്ഷ്യം സ്വർഗരാജ്യമല്ല, ഈ ലോകത്തിലെ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക. ഈ ലോകത്തിൽ അവരവരുടേതായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക. പ്രൗഢിയും പ്രതാപവും അവനവൻ്റെ മഹത്വവും ഉയർന്നു നിൽക്കുന്നതായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അവരവരുടെ ലക്ഷ്യം. ഞാൻ മറ്റവനേക്കാളും വലുതായിരിക്കണം, നന്നായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം എന്ന് പരസ്പരം മത്സരിക്കുന്ന സ്വഭാവമുള്ളൊരു കാലഘട്ടമാണിത്. അപ്പോൾ കർത്താവ് താൻ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ചിന്താഗതിയും കാഴ്ചപ്പാടും കർത്താവ് അവിടെ തുറന്നു വെളിപ്പെടുത്തി. എന്തു തിന്നും എന്തു കുടിക്കും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തിനേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരം വലുതല്ലയോ? പിന്നെ പറയുന്നുണ്ട്, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവയ്ക്ക് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടുവയ്ക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. പിന്നെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ സലോമോൻ പോലെ തന്റെ സർവമഹത്വത്തിനും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഏതിനെക്കുറിച്ചാ? വയലെ താമരയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് ആണ് പറയുന്നത്. 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഇന്നുള്ളതും നാളെ അടുപ്പുള്ളതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഇത്രയും പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പം കർത്താവ് ആജ്ഞാപിക്കുന്നത് ഈ ലോകത്തിലുള്ള ഭൗതികമായ വിഷയത്തേക്കാൾ ഉപരിയായി സ്വർഗരാജ്യത്തിന് മുൻതൂക്കം കൊടുക്കണം, ദൈവത്തിൻ്റെ നീതിക്ക് മുൻതൂക്കം കൊടുക്കണം. ഈ ലോകത്തിലെ നീതിക്ക് വേണ്ടി മുൻതൂക്കം കൊടുക്കുകയല്ല, ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ആ മുൻതൂക്കം കൊടുത്ത്
ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കണം. ഈ ലോകത്തിലെ ഒരു പ്രൗഢഗംഭീരമായൊരു ജീവിതത്തിന് വേണ്ടിയല്ല, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടും ദർശനവും പ്രാപിച്ച് അതിനെ പ്രാപിപ്പാണ്ടക്കവണ്ണം മുന്നോട്ട് പോകണം. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. മനുഷ്യൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അവൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? അവൻ്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചാൽ അവൻ്റെ പ്രശ്നം തീരുമോ? ഒരിക്കലുമില്ല. മക്കളുടെ കാര്യങ്ങൾ പരിഹരിച്ചാൽ പ്രശ്നം തീരുമോ? തീരത്തില്ല. നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ സാമ്പത്തികമായത് പരിഹരിച്ചാൽ പ്രശ്നം തീരുമോ? ഇല്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിന് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകുന്ന ഒരു ഉറവിടം നമ്മളിലില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറും പാഴ്വേലയാണ്, ഒരു പ്രയോജനമില്ല. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നം നിറഞ്ഞ ലോകത്തിൽ, കഷ്ടത നിറഞ്ഞ ലോകത്തിൽ, കണ്ണുനീര് നിറഞ്ഞ ലോകത്തിൽ, പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നീതിയും സമാധാനവും ആത്മീയ സന്തോഷവും ഹൃദയത്തിൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ, അതിനാൽ ഹൃദയം നിറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേടിയാലും എന്ത് സമ്പാദിച്ചാലും നമ്മുടെ ജീവിതത്തിന് ഉതകുകയുള്ളൂ, പ്രയോജനപ്പെടുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ആത്മീക വിഷയത്തിനേക്കാൾ കൂടുതൽ ഭൗതിക വിഷയത്തിനാണോ മുൻതൂക്കം കൊടുക്കുന്നത്? പിശാചിന്റെ ലക്ഷ്യം ഈ ലോകത്ത് അവന്റെ രാജ്യവും സ്ഥാപിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ആ സ്വർഗരാജ്യത്തേക്കുള്ള ദർശനത്തിൽ നിന്നും അതേ ദൈവജനത്തെ, ഈ ലോകത്തുള്ള മനുഷ്യരെ സ്വർഗരാജ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചിട്ട് അവൻ്റെ ചിന്താഗതി പ്രകാരമുള്ള രാജ്യത്തേക്ക് ഓരോരുത്തരുടെയും ശ്രദ്ധയെ തിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് മരുഭൂമിയിൽ പ്രാർത്ഥിക്കാൻ 30-40 ദിവസം പ്രാർത്ഥിച്ച ശേഷം ഒടുവിൽ നടന്ന പരീക്ഷയിൽ ഒന്നാണ് ലോകത്തിലെ സർവ്വമഹത്വവും പ്രതാപവും ഐശ്വര്യവും കാണിച്ചിട്ട് പിശാച് യേശുവിനോടൊന്ന് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം. കർത്താവിന് കൊടുത്ത മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുകൂടെ എഴുതിയിരിക്കുന്നുള്ളൂ എന്ന് മറുപടി കൊടുത്തു. നോക്കണേ, ഏതൊരു മനുഷ്യൻ്റെയും എത്ര വലിയ ദൈവത്തിലായെന്ന് പറഞ്ഞാലും അവൻ്റെ സത്തയെ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ കാഴ്ചപ്പാടുകളെ ആത്മീയതയിൽ നിന്ന് കർത്താവ് നമുക്ക് വലിയവനായി നമുക്ക് പുത്രൻ മുഖാന്തരം ഒരുക്കിയ ആ പ്രത്യാശയുടെ നാടായ ആ സ്വർഗരാജ്യത്തിൽ നമ്മെ വ്യതിചലിപ്പിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ, അവൻ്റെതായ പദ്ധതികളും അവൻ്റെതായ പ്ലാനുകളും നമ്മളെ കൊണ്ടുവന്നിട്ട് അതിലൂടെ നമ്മെ ആകർഷിച്ചിട്ട് നമ്മെ സ്വർഗരാജ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന, നമ്മുടെ മഹത്തായ പ്രത്യാശയിൽ നമ്മെ വ്യതിചലിപ്പിക്കുന്ന സാത്താന്റെ തന്ത്രം. ഈ നാൾ ഏതൊരു മനുഷ്യൻ്റെയും ചിന്താഗതികളെ പിശാച് ഭൗതിക വിഷയത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. മനുഷ്യൻ്റെതായ ജീവിതത്തിൻ്റെ അതേ തലമുറകളുടെ വിഷയത്തിനായ ഉപരിപഠനം എന്ന വിഷയം അത് ആവശ്യമാണ്, ഇല്ലെന്നല്ല. പക്ഷെ അതിലേക്ക് ഏതൊരു ദൈവത്തിൻ്റെയും ഏതൊരു മനുഷ്യൻ്റെയും ശ്രദ്ധയെ മാറ്റിയെടുത്തിട്ട് ആ സാമ്പത്തികമായ ക്രമീകരണത്തിന് വേണ്ടി, അതിൻ്റെതായ ഉറവിടത്തിന് വേണ്ടി എങ്ങനെ ഉള്ള വഴികൾ കണ്ടെത്താം, എങ്ങനെ അതിൻ്റെ പദ്ധതി ഒരുക്കാം, എങ്ങനെ നേടാമെന്നതിലേക്ക് പിശാച് മനുഷ്യൻ്റെതായ ചിന്താഗതികളെ മാറ്റി
അതുകൊണ്ട് അതിനകത്തെ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു വിഷയത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചപ്പോൾ സ്വർഗരാജ്യം എന്നുള്ളതായ കാഴ്ചപ്പാടിൽ നിന്ന് അവന്റെ ഏകാഗ്രതയും നിർമ്മലതയും ശ്രദ്ധയും വ്യതിചലിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഒന്നിലേക്ക് പിശാച് കേന്ദ്രീകരിക്കുമ്പോൾ അവൻ ലക്ഷ്യമിടുന്ന കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെ പരമ ഉദ്ദേശം എന്ന സ്വർഗരാജ്യത്തിൽ അവന് മനുഷ്യനെ നേടാതിരിക്കാൻ വേണ്ടിയുള്ള സാത്താന്റെ കുതന്ത്രം. അപ്പോൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗരാജ്യം പ്രാപിക്കാതിരിക്കാൻ ഭൗതിക വിഷയത്തിലൂടെ, സാമ്പത്തിക വിഷയത്തിലൂടെ, ദ്രവ്യാഗ്രഹത്തിലൂടെ ഓരോ മനുഷ്യന്റെയും ശ്രദ്ധയെ വികേന്ദ്രീകരിപ്പിക്കുന്നു. മൊബൈൽ ഫോൺ എന്നതായ ഈ കാലഘട്ടത്തിലെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ആ ഒരു വിധമാകുന്ന നമ്മുടേതായ സാമൂഹ്യ മാധ്യമം പല കാര്യങ്ങൾക്കായി നാം അതിനെ ഉപയോഗിക്കുന്നു. എന്നാൽ അതിലേക്ക് തന്നെ നമ്മുടെ മനസ്സിനെ ഏകീകരിച്ച് അതിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ വികേന്ദ്രീകരിപ്പിക്കുന്ന പിശാചിന്റെ തന്ത്രം. പിശാച് ഈ മൊബൈൽ ഫോണിനെ അവന്റെ രാജ്യത്തിലെ ഒരു ഉപകരണമാക്കി തീർത്തിരിക്കുന്നു. മൊബൈൽ ഫോണിനകത്ത് സാത്താന്റെ ഒരു രാജ്യം പിശാച് സൃഷ്ടിച്ചിരിക്കുന്നു. ആ സാത്താന്റെ രാജ്യത്തിലെ പലവിധമാകുന്നതായ കാണാൻ ഭംഗിയുള്ളതും കേൾപ്പാൻ ജ്ഞാനമുണ്ടാകുന്നതും കേൾപ്പാൻ മനുഷ്യൻ ആസ്വാദ്യതയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതും എന്നുള്ള ചിന്താഗതി മനുഷ്യന്റെ ഹൃദയത്തിൽ വരുത്തി തീർത്തിട്ട് അതിലേക്ക് ഓരോ മനുഷ്യന്റെയും ചിന്താഗതികളെ കേന്ദ്രീകരിക്കുമ്പോൾ ഓരോ മനുഷ്യന്റെയും മിനിറ്റുകളും മണിക്കൂറുകളും അത് എത്രമാത്രം പോകുന്നു, നഷ്ടമാകുന്നു എന്ന് ആരും അറിയുന്നില്ല. ഓരോ ദിവസങ്ങളും അങ്ങനെ മണിക്കൂറുകൾ അതിൻ്റെ മുമ്പിൽ ചെലവഴിച്ചിട്ട് നമ്മൾക്ക് എന്തോ പറ്റുന്നു? ആത്മീയതയിൽ നിന്ന്, സ്വർഗരാജ്യത്തിൽ നിന്ന്, മുമ്പേ കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന എന്നതായ കർത്താവിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് നാം വ്യതിചലിക്കപ്പെട്ടു പോകുന്നു. ദൈവകൃപയിൽ വ്യതിചലിക്കപ്പെട്ടു പോകുന്നു. ആത്മീയത വ്യതിചലിക്കപ്പെട്ടു പോകുന്നു. ആത്മലക്ഷ്യത്തിൽ വ്യതിചലിക്കപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ, കർത്താവിന് ലഭിക്കേണ്ടതായ, ദൈവത്തിന് ലഭിക്കേണ്ടതായ സന്തോഷവും സമാധാനവും ആശ്വാസവും രോഗസൗഖ്യവും നമുക്ക് നഷ്ടമാകുന്നു. നമുക്ക് വലിയവനായ ദൈവം മുഖാന്തരം നമുക്ക് ലഭിക്കേണ്ട ആത്മബോധവും അനുഗ്രഹങ്ങൾ നമുക്ക് കൈവിടപ്പെടുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.